നോക്കൂ, പത്രങ്ങളിലും ടി വിയിലുമൊക്കെ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്. ഓരോ ചപല മനസ്സുകൾക്ക് ഓരോന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്നിട്ട് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ബന്ദർക്കെ ബെച്ചേ എന്നല്ലാതെ വേറെ എന്ത് പറയണം? അകത്തിരിക്കുന്നത് തനി കൊരങ്ങൻ്റെ സ്വഭാവമാണ്. അവിടെ ഇവൻ്റെ പഠിത്തവും വിവരവും വിദ്യാഭ്യാസവും ഒന്നും യേശുകയില്ല. അവൻ്റെ സങ്കല്പത്തിൻ്റെ അടിമയാണവൻ. എല്ലാവരും അങ്ങനെ തന്നെ. വാസനകളെ സ്വയം നിയന്ത്രിച്ച് അവയെ പരിവർത്തനത്തിന് വിധേയമാക്കണം. അതുകൊണ്ടാണ് ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് കൃഷ്ണൻ പറഞ്ഞത്. അർജുന, നീ നിന്നെ തന്നെ ഉദ്ധരിക്കണം. ജ്ഞാനികൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഹെൽപ്ലെസ്. അല്ല, ഞാൻ ആ സ്വാമിയുടെ അടുത്ത് പോകുന്നുണ്ട്, സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, സ്വാമി എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ ഉയർത്തണം, ഉദ്ധരിക്കണം. നമ്മെ അധപ്പതിപ്പിക്കുന്നത് നമ്മളായതുകൊണ്ട് നമ്മെ ഉദ്ധരിക്കാൻ നാം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഗുരുവിൽ ഭക്തിയും വിശ്വാസവും ശ്രദ്ധയുമൊക്കെ വേണം. പക്ഷേ എൻ്റെ ഉയർച്ച എൻ്റെ പരിശ്രമത്തിലൂടെ മാത്രമേ എനിക്ക് നേടാൻ കഴിയൂ. അതുകൊണ്ട് ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ആത്മവിശ്വാസമില്ലാത്തവൻ, അവൻ എത്ര വലിയ ദൈവവിശ്വാസിയായാലും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകർന്നു പോകും. അങ്ങനെ തകർന്നു പോകുന്ന ഭക്തന്മാരെ നമ്മൾ കാണുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ശ്രീവരാഹ ക്ഷേത്രത്തിൽ പോയി തൊഴും. വ്യാഴാഴ്ച മാത്രമല്ല കേട്ടോ, 24 മണിക്കൂറല്ല, 365 ദിവസവും രാവിലെയും വൈകുന്നേരവും എനിക്ക് ശ്രീവരാഹമൂർത്തിയെ കാണാതെ ഉറക്കമില്ല. എൻ്റെ ഭാര്യയും കുട്ടികളും പോലെ എനിക്ക് വേണ്ട. ശ്രീവരാഹമൂർത്തിയാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ. എന്തെങ്കിലും ഒരു ചെറിയ കഷ്ടമോ ദുഃഖമോ വരുമ്പോൾ ശ്രീവരാഹമൂർത്തിയെ തഴയും. അല്ല, നിങ്ങളിപ്പോൾ അമ്പലത്തിൽ കാണാനില്ലല്ലോ, പോവാൻ പറ. ശ്രീവരാഹമൂർത്തി പറ്റിച്ചു, ചതിച്ചു, പിന്നിൽ നിന്ന് കുത്തി. ഇപ്പം അത് കേൾക്കാനില്ല. കാരണം കെ കരുണാകരൻ്റെ കാലഘട്ടം കഴിഞ്ഞതുകൊണ്ട് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആ പ്രയോഗം കേട്ടുകൊണ്ടിരുന്നത്. പിന്നിൽ നിന്ന് കുത്തി. ഇപ്പോഴ് മുന്നിൽ നിന്ന് തന്നെ കുത്തുന്നുണ്ട്. ശരിക്കുള്ള കത്തിയെടുത്ത് കുത്തുന്നുണ്ട്. അതാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത്. പണ്ട് പുറകെ നിന്നാണ് കുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ആൾക്കാർക്ക് അമിതമായ ധൈര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒന്നിനെയും പേടിയില്ല. നിയമം, പോലീസ്, നീതിന്യായ വ്യവസ്ഥ ഒന്നും അവർക്ക് പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. ജീവൻ്റെ അഹങ്കാരത്തിൻ്റെ വിജൃംഭണമാണത്. ആ അഹങ്കാരം പതനത്തിലേ കലാശിക്കൂ. അത് വൻ നാശത്തിലേക്കുള്ള പോക്കാണ് എന്ന് ഈ അഹങ്കാരികൾ അറിയുന്നില്ല. അതുകൊണ്ട് വിനയത്തോടുകൂടി, ഈശ്വര വിശ്വാസത്തോടുകൂടി, ഈശ്വരൻ എന്ന ഒരു സത്യം നമ്മുടെ മുകളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മളും നമ്മൾ ജീവിക്കുന്ന ലോകവും എന്ന സത്യം മനസ്സിലാക്കി അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. രക്ഷപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ സത്യം ഉറപ്പു വരണം. എന്താണ് സത്യം? ഭഗവാനോട് ഭക്തി കാണിച്ചാൽ അത് നല്ലത് തന്നെ. അത് ആദ്യപടിയാണ്. ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വന്നോ? ഇല്ല, അത് ഉറപ്പ് വന്നിട്ടില്ല. ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഈ ലോകം. അദ്ദേഹം തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇടോ, തൂണിൻ്റെയും തുരുമ്പിൻ്റെയും അകവും പുറവും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഈ തൂണും തുരുമ്പുമില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നല്ലേ അർത്ഥം. ഒന്നിൻ്റെ അകത്തും പുറത്തും മറ്റൊന്ന് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം പറയപ്പെട്ടത് ഇല്ലാത്തതാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്.
എൻ്റെ അകത്തും വെള്ളം പുറത്തും വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം നിങ്ങളെ മുക്കിക്കളഞ്ഞു എന്നാണ് അർത്ഥം. ഭഗവാൻ സർവവ്യാപിയാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. പക്ഷേ അണ്ടിയോടടുക്കുമ്പോൾ മാങ്ങയ്ക്ക് പുളിപ്പാണ്. ഇതൊന്നും നമുക്ക് ഒരു ദുഃഖമോ പ്രതിസന്ധിയോ ഒരു വിഷമമോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതൊന്നും പ്രയോജനപ്പെടുന്നില്ല. നമ്മുടെ ഭക്തിയും പ്രയോജനപ്പെടുന്നില്ല, നമ്മുടെ ആരാധനയും പ്രയോജനപ്പെടുന്നില്ല. പൂജ, ദൈവവിശ്വാസം, ആചാര്യനിലുള്ള വിശ്വാസം എല്ലാം തകർന്നു പോകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേഷം കെട്ടുകാരായതുകൊണ്ട്. ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ഇറങ്ങി ചെല്ലുന്നില്ല. എല്ലാം ഉപരിതലത്തിൽ മാത്രം. ചില പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ വ്യക്തികളെ ആശ്രയിക്കുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. അങ്ങേര് ആ ഹൃദയത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇത് അകത്ത് എനിക്ക് കടന്ന് ഞാൻ താമസിക്കാൻ പറ്റിയ ഒരു ഹൃദയമല്ല എന്ന് വിചാരിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ ഉള്ളിൽ കയറാതെ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ദൈവം എവിടെയാണ് വസിക്കുന്നതെന്നറിയാമോ? പവിത്രമായ ഹൃദയത്തിൽ. നിർമ്മല ഹൃദയമാണ് ഈശ്വരൻ്റെ ശ്രീകോവിൽ. നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന ഇതൊക്കെ കല്ലും ചുടുകട്ടയും ഇതൊക്കെ വെച്ച് ഈ ലോകത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് മനുഷ്യർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രങ്ങൾ. ഇവിടെയുള്ള ശ്രീകോവിലും അങ്ങനെ തന്നെ. ഹൃദയം ശ്രീകോവിലായി മാറണം. ഉള്ളം പെരുങ്കോയിൽ, ഊനുടമ്പ് ആലയം, വള്ളൽ പിറാനാർക്ക് വായ് ഗോപുരവാസൽ, തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം, കള്ളപ്പുലനൈന്തും കാളാ മണിവിളക്കേ. ഇതിനേക്കാളും വ്യക്തമായി പറയാൻ പറ്റില്ല. ഉള്ളം പെരുങ്കോ ഇതൊക്കെ പല പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളതാണ്, അറിയാം. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞല്ലേ സ്വാമി, പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പ് എന്ന് വിചാരിക്കും നിങ്ങൾ. പക്ഷേ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഇതങ്ങോട്ട് ഉള്ളിൽ കയറി പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ആവർത്തിക്കേണ്ട ഒരു നിർബന്ധം ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കയറി പറ്റിയില്ല എന്നല്ല, എൻ്റെ ഉള്ളിൽ കയറി പറ്റിയില്ല. നിങ്ങളെല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് എനിക്ക് ഈ തത്വബോധം ഉറപ്പ് വരുമോ? എല്ലാം പരീക്ഷണമാണ്. ഉള്ളം പെരുങ്കോയിൽ, ഉള്ളം എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൃദയം. ഹൃദയമാണ് ശ്രീകോവിൽ. ഊനുടമ്പ് ആലയം, മാംസാസ്ഥി നിർമ്മിതമായ ഈ സ്ഥൂല ശരീരം ആ ശ്രീകോവിലിന് ചുറ്റുമുള്ള മതിൽക്കെട്ടുകളാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന ആ പ്രദക്ഷിണ വഴികളാണ്. ഒരമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് ശ്രീകോവിലാണ്. നമ്മളതിന് ഗർഭഗൃഹം എന്ന് പറയും. കരു അറൈ എന്നാണ് തമിഴിൽ പറയുന്നത്. അറൈ എന്ന് പറഞ്ഞാൽ മുറി എന്നാണ്. കരു എന്ന് പറഞ്ഞാൽ ഗർഭം എന്നാണ് അർത്ഥം. കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി. കരു എന്ന് പറഞ്ഞാൽ സാരമായത്, ഭ്രൂണം എന്നാണ്. ഭ്രൂണമാണ് പൂർണ്ണ വളർച്ചയെത്തി ഒരു ശിശുവായി മാറുന്നത്. അതുപോലെ കഴമ്പായിട്ടുള്ളത് ഭ്രൂണം പോലെ, ഒരു ഭ്രൂണത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളർന്നാൽ എന്തൊക്കെ അവയവങ്ങൾ ഉണ്ടാകുമോ അതെല്ലാം ആ ഭ്രൂണത്തിൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടപ്പുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ വേരായിരിക്കുന്ന ഭഗവാനെ നമ്മൾ ഗർഭഗൃഹത്തിൽ അല്ലെങ്കിൽ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. തെറ്റില്ല. പക്ഷേ നമ്മൾ നിർമ്മിച്ച കോവിൽ ഏതോ ഒരു തന്ത്രി പ്രതിഷ്ഠിച്ച വിഗ്രഹം. യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണോ? ഉള്ളം പെരുങ്കോയിൽ ഊനുടമ്പ് ആലയം. ആലയം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം. ക്ഷേത്രം വളരെ വലുതായിരിക്കും, പക്ഷേ ശ്രീകോവിൽ ചെറുതായിരിക്കും. ശ്രീകോവിൽ വലിയ ഹാള് പോലെ ഒരിടത്തും കണ്ടിട്ടില്ല. എത്ര വലിയ ക്ഷേത്രമായാലും
ശ്രീകോവിൽ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ വിസ്തീർണവുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒന്നായിരിക്കും. അതാണല്ലോ തിരക്ക് കൂടുന്നത്. വലിയ ശ്രീകോവിൽ വലിയ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഒരേ സമയത്ത് 500 പേർക്ക് ദർശനം നടത്താം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ ഇത്രയും തിരക്ക് വരില്ലല്ലോ. ഇരുട്ടിലാണ്, ചെറിയ വിളക്ക് മാത്രം കത്തിച്ചു വെച്ചിരിക്കും. ഈ ഇരുട്ടിൻ്റെ ഇടയിലൂടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്തോ ചിലത് കാണും. അതാണ് ദൈവം എന്ന് കരുതി നമ്മൾ വീട്ടിലേക്ക് വരികയും ചെയ്യും. ഈ ശ്രീകോവിലിൻ്റെ അകത്ത് നല്ല പവർ ഉള്ള ഒരു ബൾബ് ഇട്ടാൽ എന്താണ്? നല്ല പ്രകാശം എന്തുകൊണ്ട് ശ്രീകോവിലിനകത്തില്ല? ആ നടവഴിയിലും മറ്റുമൊക്കെ ധാരാളം ലൈറ്റുണ്ട്. ഒരു LED, ഒരു 10 വാട്ടോ 12 വാട്ടോ കപ്പാസിറ്റിയുള്ള ഒരു LED ആ ശ്രീകോവിലിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഇടാൻ ആരും തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ് കൂടുതൽ. ആ ഇരുട്ടിൻ്റെ നടുക്കൂടെ അതിൻ്റെ മധ്യത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതാണ് ഭഗവാന്റെ വിഗ്രഹം. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അജ്ഞാന അന്ധകാരമാണ്. ആ അജ്ഞാന അന്ധകാരത്തിൻ്റെ ഇടയിലൂടെ തത്വവിചാരത്തിൻ്റെ തിരിവെട്ടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടെത്താം. ശ്രദ്ധിക്കുന്നവന് മാത്രം കിട്ടുന്നതാണ് ആത്മദർശനം. വള്ളൽ ബിറാനാർക്ക് വായ് ഗോപുരവാസൽ. വള്ളൽ ബിറാൻ എന്ന് പറഞ്ഞാൽ മഹാത്മാവ്, സത്യദർശികൾ എന്നർത്ഥം, ജ്ഞാനികൾ, ഉദാരമതികൾ എന്നർത്ഥം, വിശാല ഹൃദയന്മാർ, വിശാല ഹൃദയമുള്ളവർ. അങ്ങനെയുള്ളവർക്ക് അവരുടെ വായ് തന്നെയാണ് ഗോപുരവാതിൽ. വായിലൂടെ ഉള്ളിലേക്ക് പോയിട്ടാണല്ലോ നമ്മൾ ഹൃദയത്തിലേക്ക് ചെയ്യുന്നത്. ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴേ വായിലൂടെ അല്ലേ മറ്റേ ട്യൂബ് ഇറക്കുന്നത്, ബാക്കിൽ കൂടെ കയറ്റുന്നത് അത് വേറെ ഉണ്ട്. കോളനോസ്കോപ്പി എന്ന് പറയും. കുടലിനെ കുറിച്ച് പഠിക്കാൻ അത് ഏനസിൽ കൂടെയാണ് കയറ്റുന്നത്. അപ്പോൾ പ്രധാനമായി വയറിൻ്റെ അന്തർഭാഗത്തെ പരിശോധിക്കാൻ ഈ എൻഡോസ്കോപ്പി നടത്തുമ്പോൾ ട്യൂബ് വായിലൂടെയാണ് ഇടുന്നത്. അതുപോലെ ഒരു ജ്ഞാനിയുടെ വായെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലാണ്. അതിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ ക്ഷേത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം ശ്രീകോവിലാണ്, വായ് എന്ന് പറയുന്നത് ഗോപുരവാതിലാണ്. വള്ളൽ ബിറാനാർക്ക് വായ് ഗോപുരവാസൽ, തെളിന്താർക്ക് ജീവൻ ശിവലിംഗം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ജീവചൈതന്യം അത് തന്നെ ശിവലിംഗം. അപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള പ്രകൃത്യാലുള്ള ആ ശിവലിംഗം ആരാലും പ്രതിഷ്ഠിക്കപ്പെട്ടതല്ല, അത് എപ്പോഴും ഉള്ളതാണ്. ജീവന്റെ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരനെ അന്വേഷിച്ച് ഒരിടത്തും ഓടണ്ട. നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് ഈശ്വരൻ നേരത്തെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടെ എത്തിയതിന് ശേഷമാണ് ഞാനെന്ന ഭാവം പൊന്തിയത്. ഞാനെന്ന ഭാവം പൊന്തുന്നതിന് മുമ്പേ ഉള്ളത് ഈശ്വരനാണ്. ഈശ്വരന് ശേഷം പൊന്തിയവരാണ് ജീവന്മാർ. അപ്പോൾ തെളിന്താർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സ് ശുദ്ധമായവർക്ക്, തെളിമ നേടിയവർക്ക് ജീവൻ തന്നെയാണ് ശിവലിംഗം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ആ ജീവബോധം തന്നെയാണ് ശിവലിംഗം. അങ്ങനെ ഒരവസ്ഥ നേടാൻ കഴിഞ്ഞാൽ, അതായത് ആത്മാവിനെ, ദൈവത്തെ ദർശിച്ചാൽ, കള്ളപ്പുലൻ ഐന്തും, കള്ളന്മാരെ പോലെ നമ്മെ സദാ വഞ്ചിച്ചു കൊണ്ടിരുന്ന ഈ പഞ്ച ഇന്ദ്രിയങ്ങളും
5 അഖണ്ഡ ദീപങ്ങളെപ്പോലെ പ്രഭ ചൊരിഞ്ഞ് നമുക്ക് സഹായികളായിത്തീരും. നേരത്തെ നമ്മെ പറ്റിച്ചുകൊണ്ടിരുന്നവ, നമ്മെ ഭ്രമത്തിലാഴ്ത്തിക്കൊണ്ടിരുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ജ്ഞാനപ്രകാശം സദാ പുറത്തേക്ക് വരും. അപ്പോൾ അവ അഖണ്ഡ ദീപങ്ങൾ, വാടാവിളക്ക് എന്ന് പറയും. അതായത് 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം പോലെ ഈ 5 ഇന്ദ്രിയങ്ങളും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വഴികാട്ടികളായി തീരും. പിന്നെ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഒരു ശല്യവും ഉണ്ടാവത്തില്ല. ആ ഇന്ദ്രിയങ്ങളിലൂടെ നാം എപ്പോഴും ആത്മാവിനെ, ഭഗവാനെ ആയിരിക്കും കാണുക. ചിന്മാത്രസ്യ മഹീഗോളോ യോ ഭാത സ തഥാ സ്ഥിതഃ. 6-ാമത്തെ ശ്ലോകം. കേശചന്ദ്രാദി ദർശനം ഇത്യത്ര കേശദർശനം സ്പഷ്ടയതി. ഈ കേശോണ്ട്രകം എന്ന് പറഞ്ഞല്ലോ, അതൊരു ഭ്രമ ദർശനമാണ്. അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു. അത് തിമിരമോ അല്ലെങ്കിൽ നേത്രദോഷം ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരനുഭവമാണ്. എല്ലാം 2-2ആയിട്ട് കാണുക എന്നുള്ളത്. അത് ഭ്രമമല്ലാതെ മറ്റൊന്നുമല്ല. ഊർധ്വം വഹന്ത്യ സരിതസ്തദധസ്താദ്ഭുതാശനഃ ചിതിചേത് സ്വപ്നവദ്ഭാതി തത്തഥാ തത്സ്ഥിതം ഭവേത്. നദികൾ അല്ലെങ്കിൽ ജലം എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. മലകളിൽ ഉദ്ഭവിച്ച് സമതലങ്ങളിലൂടെ കടലിൽ ചെന്ന് ചേരുന്നവയാണ് നദികൾ. നദി എന്തുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകുന്നില്ല? സ്വഭാവം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു? എൻ്റെ സ്വഭാവം. അവൻ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? അവൻ്റെ സ്വഭാവം. ഈ ലോകം എന്തുകൊണ്ട് ഇത്ര അധപ്പതിച്ചിരിക്കുന്നു? അതിൻ്റെ സ്വഭാവം. അല്ലാതെ വേറെന്ത് പറയാൻ? എനിക്ക് മാത്രം തലതെറിച്ച ഒരു മകൻ ജനിക്കാൻ എന്തു കാരണം? തൻ്റെ യോഗം, തൻ്റെ കർമ്മഫലം. അവനെ കൊണ്ട് നീ കഷ്ടപ്പെടണം എന്നുള്ളത് നിന്റെ തലവിധി, അല്ലാതെ വേറെ ഒരു ഉത്തരവുമില്ല. ഓരോരുത്തർക്ക് വിധിച്ചിട്ടുള്ളത് അവർക്ക് ലഭിക്കും. നല്ലതായാലും ചീത്തയായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ളത് വെച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എൻ്റെ മകൻ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നില്ല, അപ്പുറത്തുള്ള ഒരു കൂലിവേലക്കാരൻ്റെ മകൻ ഫസ്റ്റ് റാങ്ക്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് പഠിച്ചത്. എൻ്റെ മകന് സെർച്ച് ലൈറ്റ് ഞാൻ വീട്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവൻ വാങ്ങിച്ചത് 50-ന് 20. മറ്റേ അവൻ 50-ന് 50 വാങ്ങിച്ചു. ലൈറ്റിലല്ല കാര്യം, പഠിക്കണം. നല്ല പേന, നല്ല പുസ്തകം, പുതിയ ബാഗ്, പുതിയ കുട, പിന്നെയോ വരും. ജൂൺ ആകുമ്പോൾ ആ പരസ്യങ്ങൾ ഓരോന്ന് എത്തും. സെൻറ്റ് ജോർജ് കുട, പോപ്പി കുട, എല്ലാം ജ്യേഷ്ഠാനിയന്മാരാണ്. തമ്മിൽ തല്ലി പ്രത്യേകം കമ്പനിയായി പോയതാണ്. ഒരിടത്തും ചേർച്ചയില്ല. എല്ലായിടത്തും പണം, അതിനാണ് ജനങ്ങൾ മുൻതൂക്കം നൽകുന്നത്. അങ്ങനെയാണ് അടിച്ചു പിരിയുന്നത് പലപ്പോഴും. ഇപ്പോൾ ഇവിടെ പറയുന്നു നോക്കൂ. ഊർധ്വം വഹന്ത്യ സരിതഃ. സരിതഃ നദികൾ. നദികൾ ആദ്യമേ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകുന്നവയായിരുന്നെങ്കിൽ, അങ്ങനെ ചിത്ത് നദികളെ സങ്കല്പിച്ചിരുന്നെങ്കിൽ, ഇപ്പോഴുള്ള നദികളെല്ലാം സമുദ്രത്തിൽ നിന്ന് ആരംഭിച്ച് പർവ്വതത്തിൽ അസ്തമിക്കുമായിരുന്നു. കടലിൽ നിന്ന് ഒരു നദി ആരംഭിച്ച് സമതലത്തിലൂടെ ഒഴുകി, എന്നിട്ട് മലയിലൂടെ നമ്മൾ പർവ്വതാരോഹകർ മല കയറുന്നത് പോലെ വെള്ളം താഴെ നിന്ന് മുകളിലേക്കൊഴുകി മല മുകളിലെത്തുന്നു. ഇങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ലല്ലോ. മലയുടെ മുകളിൽ നിന്ന് ചെറിയ നീരുറവയായി ആരംഭിച്ച് ക്രമേണ ആ നദി വലുതായി
അവസാനം കടലിൽ ചെന്ന് ചേരുകയാണ് പതിവ്. അതെന്തുകൊണ്ട് അങ്ങനെ? അങ്ങനെ ചിത്ത് സങ്കല്പിച്ചു, അത്രയേ ഉള്ളൂ. ഇനി എന്താ പറയുന്നത്? തദധസ്താദുദാശനഃ. ഹുതാശനൻ അഗ്നി. അഗ്നിയുടെ ജ്വാല എപ്പോഴും മുകളിലേക്കാണ്. ചൂട്ട് തലകീഴായി പിടിച്ചാലും ജ്വാല മുകളിലേക്കായിരിക്കും. ചൂട്ട് കത്തിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാലും ജ്വാല മുകളിലേക്കാണ്. തലകുത്തനെ പിടിച്ചാലും അപ്പോഴും ജ്വാല മുകളിൽ തന്നെ. അഗ്നിയുടെ ജ്വാല എപ്പോഴും മുകളിലേക്ക് തന്നെയായിരിക്കും. എന്തുകൊണ്ട്? 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 അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ചിത്ത് അഗ്നിയെ സങ്കല്പിച്ചത്. അതിനെ നമ്മുടെ സങ്കല്പം കൊണ്ട് മാറ്റാൻ പറ്റില്ല. വസ്തുക്കളുടെ സ്വഭാവത്തെ മാറ്റാൻ മനുഷ്യർക്കെന്നല്ല ജ്ഞാനികൾക്ക് പോലും സാധ്യമല്ല. കഴിക്കുന്ന കരിമ്പ് ഒരു ജ്ഞാനി വിചാരിച്ചാൽ കൃഷി ചെയ്ത് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? കഴിക്കുന്ന കരിമ്പ് കയ്പുള്ളതായിരിക്കണം. മഹാജ്ഞാനിയാണ്, ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ആളാണ്. അങ്ങ് ഒരു കരിമ്പ് വയ്ക്കണം. അത് അതിൻ്റെ വളർച്ച പൂർണ്ണമാകുമ്പോൾ ഞങ്ങളെടുത്തത് ഭക്ഷിച്ച് നോക്കണം. അതിന് നല്ല പുളിയോ അല്ലെങ്കിൽ നല്ല കയ്പോ ഉണ്ടായിരിക്കണം. പറ്റുമോ സ്വാമിക്ക്? സ്വാമി കൈമലർത്തും. കരിമ്പ് എന്നും മധുരമുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് എന്ന് പറയാം. അല്ലെങ്കിൽ ചിത്ത് അങ്ങനെയാണ് സങ്കല്പിച്ചത്. ആ സങ്കല്പത്തെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. അഗ്നിയുടെ ജ്വാല എപ്പോഴും മുകളിലേക്കാണ്. അഗ്നിയുടെ ജ്വാല മുകളിൽ നിന്ന് താഴേക്ക് ഒരിക്കലും താഴോട്ട് അഗ്നിയുടെ ജ്വാല നീളാറില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അഗ്നിയെ അങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. അഗ്നിദേവന് പോലും അതിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ നമ്മൾ വിചാരിച്ചത്? ചിതി ചേത് സ്വപ്നവത് ഭാതി തത് തഥാ തത് സ്ഥിതം ഭവേത്. ഈ പ്രപഞ്ചം എന്നുള്ളത് ചിത്തിൽ സ്വപ്നം പോലെ പൊന്തുന്നതാണ്. പക്ഷേ ആ സ്വപ്നത്തിനകത്ത് ചില നിയമങ്ങളുണ്ട്. വെള്ളമായാൽ അത് മുകളിൽ നിന്ന് താഴേക്കേ ഒഴുകാൻ പാടുള്ളൂ. അഗ്നിയുടെ ജ്വാല താഴെ നിന്നും മുകളിലേക്കാവണം. ഈ സ്വഭാവത്തെ ആർക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല. അത് ഭ്രമമാണെങ്കിലും ആ ഭ്രമത്തിനകത്ത് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഈശ്വരൻ അധീനങ്ങളാണ്. ഇതൊക്കെ ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയ ഏർപ്പാടോ തീരുമാനമോ ഒന്നുമല്ല. മനുഷ്യർ ഉണ്ടാക്കിയ നിയമസംഹിതയല്ല ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാം ഈശ്വരൻ അധീനം. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ദൈവമില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അതൊക്കെ കെട്ടുകഥയാണ്, അന്ധവിശ്വാസമാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ കോശവും ഈശ്വരൻ്റെ അധീനതയിലാണ് വർത്തിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സർവം ഈശ്വരവശം, ഭഗവാന് അധീനം. എവറിത്തിങ് ഈസ് അണ്ടർ ഹിസ് കൺട്രോൾ. ഹിസിൻ്റെ എച്ച് ക്യാപിറ്റൽ, സ്മാൾ എച്ച് അല്ല. അവൻ്റെ എന്ന് പറഞ്ഞാൽ സർവേശ്വരൻ്റെ എന്നർത്ഥം. സർവേശ്വരനെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞു വിളിക്കാം. പ്രത്യേകിച്ച് ഈ തമിഴ് സിനിമകളിലൊക്കെ ദേവിയെ വാടി പോടി ചൊല്ലടി, ദൈവത്തെ അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുള്ളൂ. എടാ അയ്യപ്പ, എടാ ശബരിമല ശാസ്താവ് എന്ന് നമ്മൾ പറയാറില്ല. പക്ഷേ തമിഴ്നാട്ടിലുള്ളവർക്ക് അത്ര സ്വാതന്ത്ര്യമാണ്. ചൊല്ലടി അഭിരാമി പാട്ട് തന്നെയുണ്ട്. ദൈവത്തോടാണ്. അഭിരാമി എന്ന് പറഞ്ഞാൽ ദേവിയാണ്. ദേവി എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുമെന്നാണ്. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ദൈവത്തോട് നമുക്ക് ശ്രദ്ധ, ഭക്തി, ബഹുമാനം എല്ലാം ഉണ്ടാവണം. സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് ഈശ്വരനുമായിട്ടുള്ള അടുപ്പം കാരണമായിട്ടാണ്. നമ്മൾ എത്ര കണ്ട്, അതായത് അടുത്ത ഫ്രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ എന്ത് തെറി വേണമെങ്കിലും വിളിക്കും. ഇടാ പുല്ല ഇന്നലെ വരാമെന്ന് പറഞ്ഞില്ല, എടാ നീ പുല്ല എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാ തൃശ്ശൂരുകാരെ പിന്നെ പറയേ വേണ്ട. എന്താടാ കന്നാലി? നമുക്കിവിടെ കന്നാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കടം വാങ്ങിച്ച് അടിക്കാൻ തോന്നും. അവിടെ സർവ്വസാധാരണമായിട്ട് പറയുന്നതല്ലേ. അവർക്ക് അതൊരു മോശപ്പെട്ട വാക്കായിട്ടുണ്ടോ തോന്നുന്നുണ്ടോ?
എന്താ കന്നാലി എന്നൊക്കെ പറയാറില്ലേ? സുഹൃത്തുക്കൾ തമ്മിൽ അല്ല, എല്ലാവരും അല്ല. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ എന്ത് പേര് പറഞ്ഞും വിളിക്കാം. ഇരട്ട പേര് പറഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് അവരെ വിളിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, മായിൽ തുടങ്ങുന്ന ആ വാക്ക്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പമാണ് അതിന് കാരണം. ഭഗവാനോട് അത്ര കണ്ട് അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ വാടാ പോടാ വാടി പോടി എന്നൊക്കെ വിളിച്ചാൽ അദ്ദേഹത്തിന് ഒരു കുണ്ഠിതവും തോന്നുകയില്ല. കാരണം അത് അവരുടെ ഇൻറ്റിമസി, അവരുടെ ദൃഢമായ സുഹൃത്ത് ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ചിതിചേത് സ്വപ്നവത് ഭാതി, ചിത്തിൽ സ്വപ്നം പോലെ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. എന്നാലും അത് ചിത്തിൻ്റെ സങ്കല്പത്തിന് വിധേയമാണ്. തത് തഥാ തത് സ്ഥിതം ഭവേത്. ചിത്തിൻ്റെ സങ്കല്പം അല്ലെങ്കിൽ തീരുമാനം, അദ്ദേഹത്തിൻ്റെ നിശ്ചയം, അതിനനുസരിച്ച് പ്രപഞ്ചം നിലനിൽക്കും. എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും യുഗയുഗാന്തരങ്ങൾ കഴിഞ്ഞാലും വസ്തുക്കളുടെ സ്വഭാവം മാറുന്നില്ല. മാങ്ങ പുളിക്കുക തന്നെ ചെയ്യും. അധികം പുളിയില്ലാത്ത മാങ്ങയുണ്ട്, പക്ഷേ പൊതുവേ മാങ്ങയ്ക്ക് പുളിരസമാണുള്ളത്. കാഞ്ഞിരം കഴിക്കും, കരിമ്പ് മധുരിക്കും. ഇങ്ങനെ ഓരോന്നിൻ്റെയും സ്വഭാവം അത് ഈശ്വരൻ അധീനമാണ്. അത് മാറ്റാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അങ്ങനെ മാറ്റാൻ ശ്രമിച്ചാൽ അത് ഇല്ലാതാവുന്നല്ല, അത് മുരടിച്ചു പോകും. ഉദാഹരണത്തിന് മഹാവൃക്ഷങ്ങളെ ചെറിയ ചെടിച്ചട്ടികളിൽ ബോൺസായി എന്നാണ് പറയുന്നത്. ബോൺസായി പടർന്ന് പന്തലിക്കേണ്ട ഒരു ആൽവൃക്ഷത്തെ അതിൻ്റെ വിത്തിൽ എന്തോ ചില രാസവസ്തുക്കളൊക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ചെറിയ ഒരു അരയാൽ മരം ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നു. അതുപോലെ മാവ്, പുളി, അതൊക്കെ എന്തിനു കൊള്ളാം? ചുമ്മാ കണ്ട് രസിക്കാൻ കൊള്ളാം. ഒരു വലിയ വൃക്ഷം അതിൻ്റെ വളർച്ച മുരടിച്ച് അത് വിശാലമായി വ്യാപിച്ച് പടർന്നു പന്തലിക്കേണ്ട ഒന്നാണ്. അതിൻ്റെ വളർച്ച മുരടിപ്പിക്കാനേ മനുഷ്യൻ്റെ ശാസ്ത്രത്തിന് കഴിയൂ. ചെറിയ ഏതെങ്കിലും ഒരു സസ്യത്തെ മഹാവൃക്ഷമാക്കി മാറ്റാൻ ഈ ശാസ്ത്രജ്ഞന് കഴിയുമോ? എന്നാൽ അംഗീകരിക്കാം. ഒരു തൊട്ടാവാടി ഒരു മരം പോലെ വലിയ പൊക്കത്തിൽ ഇവനെ വളർത്തിയെടുക്കാൻ പറ്റുമോ? പുല്ല്, മനുഷ്യൻ്റെ പൊക്കത്തിൽ വളരുന്ന പുല്ലുകളുണ്ട്, അതല്ല, അതൊക്കെ ഉണ്ട്. തറയിലുള്ള സാധാരണ ചെറിയ പുല്ലുണ്ടല്ലോ, ഇതിനെ മഹാവൃക്ഷങ്ങളായിട്ടോ അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള ചെടികളാക്കി വളർത്തി എടുക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഇവന് മുരടിപ്പിക്കാൻ മാത്രമേ അറിയാവൂ. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഉത്പാദിപ്പിച്ചാലും അതിൽ കായ്ക്കുന്ന ഫലങ്ങൾ സ്വാദിഷ്ടങ്ങളാവുകയില്ല, കഴിക്കാൻ കൊള്ളാത്തതായിരിക്കും. മാങ്ങ പോലെയൊക്കെ ഇരിക്കും ഈ ബോൺസായി. ഇതിനകത്തൊക്കെ തേങ്ങ ഇത്ര പൊക്കവേ കാണത്തുള്ളൂ. അതിലും ആ തെങ്ങിലും തേങ്ങയൊക്കെ ഉണ്ടാവും, പക്ഷേ ചമ്മന്തി അരയ്ക്കാൻ കൊള്ളില്ല. പാക്കുപോലെ പ്രയോജനമില്ല. ചുമ്മാ എക്സിബിഷനിൽ വെക്കാം, കണ്ട് രസിക്കാം, കാര്യത്തിന് പ്രയോജനപ്പെടില്ല. അപ്പോൾ ചിത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ചാണ് പ്രപഞ്ച പദാർത്ഥങ്ങളുടെ സ്വഭാവം. നദ്യാദീനാം നിമ്നവാഹിത്വ സ്വഭാവാദി വിപരീത സ്വഭാവേപി ചേത്. നദി മുതലായവ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വസ്തുക്കളല്ല, ഒഴുകുന്നവ, ജലാശയങ്ങൾ, അതൊക്കെ ഉയർന്ന തലത്തിൽ നിന്നും താഴ്ന്ന തലത്തിലേക്കാണ് ഒഴുകുന്നത്. അതിൻ്റെ വിപരീത സ്വഭാവത്തോടു കൂടിയാണ് ചിത്ത അവയെ സങ്കല്പിച്ചിരുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ അനുഭവിക്കുമായിരുന്നു. ഈശ്വരൻ്റെ സങ്കല്പത്തിൽ വിടർന്ന പ്രപഞ്ചത്തെയാണ് ജീവന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മറിച്ചനുഭവിക്കാൻ ജീവന്മാർക്ക് സാധ്യമല്ല. ക്വചിത് ചിതാഭാസ്യേത
ചിത്ത് വിരുദ്ധ സ്വഭാവത്തോടു കൂടിയാണ് ഈ നദികളെ സങ്കല്പിച്ചതെങ്കിൽ അവ അങ്ങനെ പ്രകാശിക്കുമായിരുന്നു. തർഹി അസ്ഥീത്യേവ പ്രതിപത്തി സ്യാത്, നമ്മൾ അതിനെ അങ്ങനെ അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു. നാസ്തീതി, അല്ലാതെ ഈശ്വരൻ്റെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ സ്വഭാവങ്ങളോട് കൂടിയ വസ്തുക്കളെ മനുഷ്യർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. യഥാ സ്വപ്നെ, സ്വപ്നത്തിൽ സ്വപ്നദ്രഷ്ടാവിൻ്റെ മനസ്സ് എന്തിന് സങ്കല്പിക്കുന്നുവോ ആ ദൃശ്യങ്ങളെ മാത്രമേ സ്വപ്നദ്രഷ്ടാവിന് കാണാൻ പറ്റൂ. മറിച്ച് ഒരു കാഴ്ച അയാൾക്ക് സാധ്യമല്ല. നാസ്തീതി യഥാ സ്വപ്നേ ഇത്യാഹ ഊർധ്വമിതി താസാം അധസ്താദ് അധോമുഖജ്വാലോ ഹുദാശനഃ ചിതി ചേത് സർഗാദൗ ഭാതി തത് പ്രതീതം വൈപരീത്യമിദാനീമപി സ്ഥിതമേവ ഭവേന്നാസ്ഥിതം. ചിത്ത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അഗ്നിയുടെ ജ്വാലയെ താഴെ നിന്നും മുകളിലേക്ക് ജ്വലിക്കാനായി തീരുമാനിച്ചതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിലും അഗ്നിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. ആ സ്വഭാവം തുടർന്നു വരുന്നു. നമുക്ക് അതിനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. അതിൻ്റെ അഗ്നിയുടെ ജ്വാല താഴേക്കാകണം എന്ന് ചിത്ത് സങ്കല്പിച്ചിരുന്നെങ്കിൽ ഇപ്പോഴുള്ള അഗ്നിയും അഗ്നിയുടെ ജ്വാലയും മുകളിൽ നിന്ന് താഴേക്ക് തന്നെ ആകുമായിരുന്നു. സർഗാദൗ ഭാതി തത് പ്രതീതം വൈപരീത്യം, അല്ല അത് വിപരീതമല്ലേ, വിരുദ്ധമല്ലേ? അഗ്നിയുടെ ജ്വാല എപ്പോഴും മുകളിലേക്കല്ലേ. ഭാരം കൂടിയവ ആകാശത്തിൽ പറക്കുകയും ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്താൽ എന്താവും? ഒന്നും ആവാൻ പോകുന്നില്ല. ഇപ്പോൾ ഭാരം കൂടിയവ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യും, ഭാരം കുറഞ്ഞവ വായുവിൽ പാറി നടക്കും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. ഭാരം കുറഞ്ഞവ വായുവിലൂടെ ഒഴുകി നടക്കും, ഭാരം കൂടിയത് തറയിൽ മണ്ണിൽ ഭൂമിയിലായിരിക്കും സ്ഥിതി ചെയ്യുക. അപ്പോൾ അതങ്ങനെയാണ്, അതാണ് സ്വഭാവം, അങ്ങനെയാണ് ഈശ്വരൻ്റെ സങ്കല്പം. അത് തുടർന്ന് നിലനിൽക്കുന്നു. വൈപരീത്യം ഇദാനീമപി സ്ഥിതമേവ ഭവേത് നാസ്ഥിതം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഓരോന്നിനും ഇന്നിന്ന സ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് ഈശ്വരൻ സങ്കല്പിച്ചു. ആ സങ്കല്പം എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ആ വസ്തുക്കളുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നില്ല. ആ സ്വഭാവം തുടർന്ന് നിലനിൽക്കുന്നു. ഈ സ്വഭാവം തുടർന്ന് നിലനിൽക്കാൻ ഒരു കാരണമുണ്ടാവണം. അത് സത്യസങ്കല്പനായ ഈശ്വരൻ്റെ സങ്കല്പമാണ്. അതുകൊണ്ടാണ് നമുക്ക് വസ്തുക്കളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ കഴിയാത്തത്. അല്ല, അത് വേദാന്തത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നത്. ഇവിടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ തനതായ ഭാവം. ജനിച്ചവയെല്ലാം ഒരു ദിവസം മരിക്കും. എന്തുകൊണ്ട് മരിക്കാതിരിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല? വൈദ്യശാസ്ത്രം എത്ര തന്നെ വികസിച്ചാലും മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ജനിച്ചത് മരിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. അതിനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ജനിക്കാത്തത് ഈശ്വരനാണ്. അദ്ദേഹത്തെ ആര് വിചാരിച്ചാലും കൊല്ലാനും കഴിയില്ല. ദൈവത്തിൻ്റെ വിഗ്രഹം അടിച്ചു തകർത്തതുകൊണ്ട് ദൈവം ഇല്ലാതാവില്ല. അമ്പലങ്ങളൊക്കെ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരപ്പാക്കിയാലും ദൈവത്തിൻ്റെ ഉണ്മയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. ഇവൻ ഇടിച്ചു നിരത്താൻ ഉപയോഗിക്കുന്ന ബുൾഡോസറിലും ആ ബുൾഡോസർ പ്രവർത്തിപ്പിക്കുന്ന ഡ്രൈവറിലും അദൃശ്യനായി കുടികൊള്ളുന്നു ആ ഈശ്വരൻ. അദ്ദേഹത്തെ എന്ത് കൊണ്ടുവന്ന് ഇടിച്ച് എങ്ങനെ ഇല്ലാതാക്കും? സാധ്യമല്ല. ഇടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിലും ഇടിക്കുന്നവൻ്റെ ഉള്ളിലും അവൻ പോലും അറിയാതെ, ആ വസ്തു പോലും അറിയാതെ ഈശ്വരൻ മറഞ്ഞ് കഴിയുന്നു. ആ സുകുമാരക്കുറുപ്പിനെ പിടികിട്ടാ പുള്ളിയെ പിടിക്കണം. അദ്ദേഹം പിടിതരാതെ ഒഴിഞ്ഞു മാറുന്നവനല്ല. സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരതത്വം.
നമ്മൾ അന്ധന്മാരായി പോയത് കൊണ്ട് ആ ഈശ്വരതത്വത്തെ കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് അദ്ദേഹം മറഞ്ഞിരിക്കുന്നു, പ്രത്യക്ഷനാവുന്നില്ല, അദ്ദേഹം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹത്തിന് മറയാൻ പറ്റില്ല സുഹൃത്തെ. എങ്ങും സർവത്ര നിറഞ്ഞ് ഇടതൂർന്ന് നിൽക്കുന്ന ആ ഈശ്വരതത്വം ആരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാനാണ്? അത് സദാ പ്രകാശിച്ചു വിലസുന്നു. സൂര്യൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടുകൂടി നട്ടുച്ചയ്ക്ക് പ്രകാശിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത മൂങ്ങകൾ സൂര്യപ്രകാശത്തെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, അന്ധകാരം മാത്രമേ എങ്ങും നിറഞ്ഞിരിക്കുന്നുള്ളൂ എന്ന് മൂങ്ങകൾ കരുതുന്നു. അത് സൂര്യൻ്റെ കുറ്റമല്ല, മൂങ്ങയുടെ പോരായ്മയാണ്, കാഴ്ചയില്ലായ്മയാണ്. അവർ പകലിൽ അന്ധരാണ്. അതുകൊണ്ട് എല്ലാം ഭഗവാന് വിധേയം, അല്ലെങ്കിൽ ഈശ്വരൻ അധീനം, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് വശപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്ന് പല ഉദാഹരണങ്ങളിലൂടെയും ഇങ്ങനെ സ്ഥാപിക്കുന്നു. നമുക്ക് ഇന്നിവിടെ നിർത്താം.